ഹായ് ഓൾ, എല്ലാവർക്കും സുഖം തന്നെയല്ലടാ. നമ്മുടെ ക്രിസ്മസ് എക്സാം എത്തിക്കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ ഡിസംബർ 9 മുതലാണ് പരീക്ഷ ആരംഭിക്കാൻ പോകുന്നത്. ടൈം ടേബിൾ കണ്ട ഏതൊരു +1 വിദ്യാർത്ഥിയുടെയും മനസ്സിലുള്ള കാര്യം, സമാധാനം, അത്യാവശ്യം നല്ലൊരു ടൈം ടേബിളാണ്, ഫിസിക്സിനൊക്കെ പഠിക്കാൻ ധാരാളം സമയമുണ്ട്, സോ അടിപൊളി മാർക്ക് ഞാൻ എന്തായാലും നേടിയെടുക്കും എന്ന തോന്നലിലായിരിക്കും നിങ്ങളിൽ മെജോറിറ്റി കുട്ടികളും ഉണ്ടാവുക. പക്ഷേ നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല കാര്യങ്ങളെന്ന് പറയുന്നത്. ഈ ടൈം ടേബിളിനകത്ത് നിങ്ങൾക്ക് കുറച്ച് ചതിക്കുഴികളുണ്ട്, അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതിലൊന്നാമത്തെ കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ടൈം ടേബിളിലോട്ട് കടക്കുന്നതിന് മുൻപായിട്ട് നിങ്ങളിൽ പലരും ഇപ്പോഴും പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവണമെന്നില്ല. തീർച്ചയായും ഞാൻ പറയുവാണ്, കാരണം പലരും ഞാനുമായിട്ട് ഈ പറഞ്ഞ ഇൻസ്റ്റാഗ്രാമിലൂടെയും വാട്സപ്പിലൂടെയും ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാവരും ഡിമാൻഡ് ചെയ്യുന്നത് സൈലത്തിൻ്റെ മാരത്തോൺ എപ്പോഴാണ്, മാരത്തോൺ ഉണ്ടാവില്ലേ, സൈലത്തിൻ്റെ സൂപ്പർ 60 ഉണ്ടാവില്ലേ എന്നൊക്കെയാണ് ചോദ്യം. കാരണം കറൻ്റ്ലി അവരിപ്പോഴും സ്ട്രക്ചറലി പഠിക്കാൻ ആരംഭിച്ചിട്ടില്ല. മക്കളെ, അങ്ങനെയുള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഒരിക്കലും ഈ പറയുന്ന മാരത്തോൺ മാത്രം വെച്ചോ സൂപ്പർ 60 മാത്രം വെച്ചോ ക്രിസ്മസ് എക്സാമിന് നിങ്ങൾക്ക് വളരെ മികച്ച മാർക്ക് നേടിയെടുക്കാൻ സാധിക്കില്ല. അതെന്താ സാറേ, ഈ പറയുന്ന സൂപ്പർ 60ലും മാരത്തോണിലുമുള്ള ചോദ്യങ്ങളൊന്നും പരീക്ഷാ പേപ്പറിൽ നിങ്ങൾ കാണില്ലേ? തീർച്ചയായും ഈ പറയുന്ന സൂപ്പർ 60ലും മാരത്തോണിലുള്ള ചോദ്യങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിലും നിങ്ങൾ കാണാൻ പോകുന്നത്. പക്ഷേ ആ ചോദ്യങ്ങൾ മാത്രം നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ട് കാര്യമില്ലല്ലോ മക്കളെ, ഒരിക്കലുമില്ല. മറിച്ച് ആ ഓരോ ചോദ്യത്തിനും ഉത്തരം നിങ്ങൾക്ക് എഴുതാൻ നിങ്ങൾ ക്യാപ്പബിൾ ആവണമെങ്കിൽ ഒരിക്കലും ലാസ്റ്റ് മൊമെന്റ് ലൈവ് മാത്രം പോരാ, കൃത്യമായിട്ട് ഇനി നമ്മുടെ മുന്നിലുള്ള ഈ ഒരാഴ്ചക്കാലം കൃത്യമായി എഫക്റ്റീവായി തന്നെ നിങ്ങൾ എല്ലാവരും യൂട്ടിലൈസ് ചെയ്യണം. എങ്കിൽ മാത്രമേ മികച്ച മാർക്കിലോട്ട് നിങ്ങൾക്ക് എത്താൻ സാധിക്കത്തുള്ളൂ. അല്ലാതെ ഈ ചോദ്യം ഞാൻ ലൈവിൽ കണ്ടിട്ടുണ്ട്, ഇതേ പാറ്റേണുള്ള ക്വസ്റ്റ്യൻ ഞാൻ പഠിച്ചതാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് നിങ്ങൾ എങ്ങനെ ഉത്തരക്കടലാസിൽ പ്രസന്റ് ചെയ്യുന്നു എന്നതിലിരിക്കുന്നു നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന മാർക്കുകൾ. അടുത്ത കാര്യം, നമ്മുടെ ടൈം ടേബിളിലോട്ട് വരാം. കെമിസ്ട്രി എടുത്താലും മാത്സ് എടുത്താലും ഒട്ടും തന്നെ സമയമില്ലാത്ത, സാവകാശമില്ലാത്തൊരു ടൈം ടേബിളാണ് നിങ്ങളെ കാത്തിരിപ്പുള്ളത്. നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. സോ തലേന്നാൾ ഒരൊറ്റ രാത്രി മാത്രമേ ആ സബ്ജക്റ്റുകൾ ക്രാക്ക് ചെയ്യാൻ നമ്മുടെ മുന്നിലുള്ളൂ. സാറേ അത് കുഴപ്പമില്ല, ഫിസിക്സിന് ഞങ്ങൾക്കൊരു 5 ദിവസത്തെ ഗ്യാപ്പ് ഉണ്ടല്ലോ. ബയോളജി സയൻസ് കുട്ടികളുടെയൊക്കെ മനസ്സിലുള്ള കാര്യമാണ്. 5 ദിവസം ഞങ്ങൾക്ക് റിലാക്സ് ചെയ്ത് തന്നെ ഫിസിക്സിന് പ്രിപ്പയർ ചെയ്യാമല്ലോ. മക്കളെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസ് പരീക്ഷയിൽ ഏറ്റവും എളുപ്പമുള്ള ചോദ്യ പേപ്പർ ഏതിൻ്റെയാണെന്ന് ചോദിച്ചാൽ അത് ഫിസിക്സിൻ്റെ ആയിരുന്നു. നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പർ കറൻ്റ് ഇൻ്റർനെറ്റിനകത്ത് അവൈലബിൾ ആണ്, നിങ്ങൾക്ക് ഈസിലി റിവൈസ് ചെയ്യാം. എല്ലാ ക്വസ്റ്റ്യൻസും ഡയറക്റ്റ് ഹിറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷേ ഇത്തവണ അത്തരമൊരു ചോദ്യ പേപ്പർ പ്രതീക്ഷിച്ച് നിങ്ങൾ ആരും എക്സാം ഹാളിലോട്ട് കടന്നു ചെല്ലരുത്. മറിച്ച് എന്തായാലും ഈ ഒരു സാവകാശം ഉള്ളതിനാൽ തന്നെ 5 ദിവസമാണ് ഗവൺമെൻറ് നിങ്ങളുടെ മുന്നിലോട്ട് വെച്ച് തന്നിരിക്കുന്നത്. സോ ആ 5 ദിവസം എഫക്റ്റീവായി യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു കുട്ടിക്ക് മാത്രമേ ഫിസിക്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ക്രാക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതിനകത്ത് നിങ്ങൾക്ക് യാതൊരുവിധ സംശയവും വേണ്ട. 5 ദിവസം ഏറ്റവും വിലപ്പെട്ട ദിവസങ്ങളായി നിങ്ങളെല്ലാവരും മാറ്റിയെടുക്കണം. ഒരിക്കലും ഡയറക്റ്റ് ഹിറ്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട, ഡയറക്റ്റായ ഡെറിവേഷൻ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ട. മറിച്ച് ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസും ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസിൻ്റെയും ഒരു കലവറ തന്നെയായിരിക്കും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. അതിനകത്ത് ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. എക്സാം ബുദ്ധിമുട്ടായിരിക്കും എന്ന ഒരൊറ്റ ഉദ്ദേശത്തോടു കൂടി തന്നെ നിങ്ങൾ എല്ലാവരും പഠിച്ചു തുടങ്ങണം. ഒരിക്കലും ലാസ്റ്റ് മൊമെൻറ്റിൽ അവസാന ദിവസം ഞാൻ ഫിസിക്സ് പഠിക്കും എന്ന തോന്നൽ നിങ്ങൾക്ക് ആർക്കും വേണ്ട. ഇനിയിപ്പോൾ ബയോളജി സയൻസ് കുട്ടികളാണെങ്കിൽ ഫിസിക്സ് പരീക്ഷ കഴിഞ്ഞിട്ട് ഞങ്ങൾ ബയോളജി പഠിച്ചോളാം എന്ന തോന്നലുണ്ടെങ്കിൽ അതും വലിയ അബദ്ധത്തിലോട്ടാണ് നിങ്ങളെ കൊണ്ടെത്തിക്കാൻ പോകുന്നത്. കാരണം ഈ 5 ദിവസത്തിൽ തുടക്കത്തിലുള്ള 2 ദിവസമെങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങളെല്ലാവരും ബയോളജി പഠിക്കണം. കാരണം ഫിസിക്സിനേക്കാളും ചാപ്റ്റേഴ്സാണ് ബയോളജിക്കകത്ത് +1 നിങ്ങളെ കാത്തിരിപ്പുള്ളത്. സോ അതിനാൽ തന്നെ ആദ്യം നിങ്ങൾ ബയോളജി പഠിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ഫിസിക്സിന് അവസാനം 3 ദിവസങ്ങൾ മാറ്റിവെക്കുക. എങ്കിൽ മാത്രമേ 2 സബ്ജക്റ്റുകളിലും ഒരുപോലെ ഏറ്റവും മികച്ച മാർക്ക് നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കത്തുള്ളൂ. സോ ഇനിയുള്ള ദിവസം എഫക്റ്റീവായി പഠിക്കുക, അടിപൊളിയായിട്ട് സൈലത്തിൻ്റെ കൂടെ നിൽക്കുക. ഇപ്പോൾ നമ്മുടെ 10 ഡേ സ്റ്റഡി ചലഞ്ച് ഗംഭീരമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. സോ ഇനിയും നിങ്ങൾക്ക് ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ പോലും ഇനിയുള്ള ദിവസങ്ങളെങ്കിലും കൃത്യമായി തന്നെ ഫോളോ ചെയ്യുക. സോ 10 ഡേ സ്റ്റഡി ചലഞ്ചിന് ശേഷം നിങ്ങൾക്കൊരു റിവിഷൻ കൂടി സൈലം പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിനുശേഷമാണ് ഓരോ സബ്ജക്റ്റുകളുടെയും മെഗാ മാരത്തോണുകൾ നിങ്ങളെ കാത്തിരിപ്പുള്ളത്. സോ അതൊക്കെ നമുക്ക് അടിപൊളിയായി തന്നെ മാറ്റിയെടുക്കാം മക്കളെ. സൈലത്തിനോടൊപ്പം നിങ്ങളെല്ലാവരും നിൽക്കുക, അടിപൊളിയായിട്ട് പഠിക്കാം, മികച്ച മാർക്ക് നേടിയെടുക്കാം. ഞങ്ങൾ ഉണ്ടടാ മക്കളെ നിങ്ങളുടെ കൂടെ. ഓൾ ദി ബെസ്റ്റ്.